ISL പുതിയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മത്സരം നടക്കാനിരിക്കെ കൊച്ചിയിൽ നാടകീയ സംഭവങ്ങൾ. സ്റ്റേഡിയത്തിലെ ബ്ലാസ്റ്റേഴ്സ് ഓഫീസ് പൂട്ടിയ GCDA പ്രതിനിധികളെ പുറത്താക്കുകയും ചെയ്തു. വാടക തുക ഉയർത്തിയ GCDA ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ വാർത്താ സമ്മേളനം തടഞ്ഞിരുന്നു. കൊച്ചിയിൽ നിന്നും ജോയ് മോൻ ജോസ് ആണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ജോയിലേക്കാണ്. ജോയി, എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് പറഞ്ഞാണ് GCDA ബ്ലാസ്റ്റേഴ്സിനെ കൊച്ചിയിലേക്ക് ക്ഷണിച്ചത്. ഇപ്പോൾ ഇത് എന്താണ് ഇപ്പോൾ പ്രശ്നം? നാളെ മത്സരം നടക്കൂ. എല്ലാവരും ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരിക്കുകയാണ് മത്സരത്തിനായിട്ട്. സ്വാതി, ഫുട്ബോൾ ആരാധകർ ഒന്നടങ്കം കാത്തിരുന്ന, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആവേശത്തോടെ കാത്തിരുന്ന ഹോം മത്സരം നാളെ നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ അതിനാടകീയമായ സംഭവങ്ങൾ GCDAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആദ്യം തന്നെയായാലും ഇന്ന് എല്ലാ മത്സരക്രമത്തിൽ, അതായത് എല്ലാ ഹോം മത്സരത്തിനും അല്ലെങ്കിൽ എല്ലാ മത്സരങ്ങൾക്കും മുന്നാടിയായി ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രസ് കോൺഫറൻസ് നടത്താറുണ്ട്. അത് ഹോം മത്സരമാണെങ്കിൽ കലൂർ സ്റ്റേഡിയത്തിൽ തന്നെയാണ് ആ പ്രസ് കോൺഫറൻസ് നടക്കുക. അതിന് ബ്ലാസ്റ്റേഴ്സ് ക്ഷണിച്ച പ്രകാരം മീഡിയ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എത്തിയപ്പോഴായിരുന്നു ഈ നാടകീയ സംഭവങ്ങളുടെ തുടക്കം ഉണ്ടാകുന്നത്. അതായത് മാധ്യമപ്രവർത്തകരെ പുറത്താക്കി കോൺഫറൻസ് നടത്താനാവില്ലെന്ന് സുരക്ഷാ വിഭാഗം, അതായത് GCDAയുടെ സുരക്ഷാ വിഭാഗം പറഞ്ഞ് ഇവരെ പുറത്താക്കിയിരുന്നു. പിന്നാലെ നടത്താനിരുന്ന വാർത്താ സമ്മേളനം ബ്ലാസ്റ്റേഴ്സ് ഓൺലൈനാക്കി. അതിനുശേഷം എന്നാൽ ഈ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മത്സരം നടക്കുമെന്നൊരു പ്രതീക്ഷ ഫുട്ബോൾ ആരാധകർക്കും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അധികം മണിക്കൂറുകൾ ഈ പ്രതീക്ഷയും നീണ്ടു നിന്നില്ല. ഏകദേശം ഇന്ന് വൈകുന്നേരം 5:30 ഈ ബ്ലാസ്റ്റേഴ്സ് പ്രതിനിധികളെ അവരുടെ ഓഫീസ് പൂട്ടി GCDA പുറത്താക്കുന്നത്. ഇത്തരത്തിലൊരു നടപടി GCDAയുടെ ഭാഗത്തുണ്ടായത് വളരെ വലിയൊരു തിരിച്ചടിയാണ് ബ്ലാസ്റ്റേഴ്സിനുണ്ടാകുന്നത്. അതായത് ഈ ഒരു ഏറെ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഒരു ISL സീസണാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ തന്നെയായാലും മത്സരങ്ങൾ നടക്കില്ല, പല മത്സരങ്ങളും ഉപേക്ഷിക്കപ്പെടും എന്നൊരു മത്സരം നടക്കില്ല, പല താരങ്ങൾ കൂടുവിട്ടുപോയി. ബ്ലാസ്റ്റേഴ്സിലായാലും ലോകോത്തര താരങ്ങൾ ഈ ടീമിനെ വിട്ടുപോയി. എങ്കിൽ തന്നെയായാലും ചുരുങ്ങിയ സമയം കൊണ്ട് നല്ലൊരു ടീമിനെ കെട്ടിപ്പടുത്ത് ഒരു മത്സരത്തിലേക്ക് തയ്യാറെടുത്ത് ആദ്യ എവേ മത്സരം ബ്ലാസ്റ്റേഴ്സ് പങ്കെടുത്തു. അതിൽ പരാജയപ്പെടുന്നു. പിന്നീട് ഏകപ്രദേശിയുടെ തിരിച്ചുവരവിനെ കാത്തിരുന്ന മത്സരമാണ് ഇപ്പോൾ നടക്കുമോ ഇല്ലയോ എന്നൊരു അനിശ്ചിതത്വത്തിൽ തുടരുന്നത്. ഇതിൽ തന്നെയായാലും ഈ ISL സീസണിന് മുന്നോടിയായി തന്നെ, അല്ലെങ്കിൽ സീസൺ നടക്കുന്നതിന് മുന്നേ ISL ഹോം സ്റ്റേഡിയമായി കോഴിക്കോടിനെ പരിഗണിച്ചിരുന്നു. ആ പരിഗണനയിലെയും അതിലെ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. അതായത് ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഹോം തട്ടകമായ കൊച്ചി വിടുന്നു, കോഴിക്കോട്ടേക്ക് ചേക്കേറുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത സജീവമായി ഇത് സമയത്താണ് GCDA ഈ വാടക കരാറിൽ, അല്ലെങ്കിൽ വാടക കുറച്ചു നൽകാം, അല്ലെങ്കിൽ വാടക നൽകാതെ, 1 രൂപ പോലും വാടക നൽകാതെ സ്റ്റേഡിയം വിട്ടു നൽകാം എന്ന് പറഞ്ഞതിന് പുറത്താണ് ഈ ഒരു കൂടുമാറ്റം ബ്ലാസ്റ്റേഴ്സ് ഉപേക്ഷിക്കുന്നത്. അത്തരത്തിൽ ഉപേക്ഷിച്ച് സ്വന്തം തട്ടകമായ കൊച്ചിയിൽ തുടരാമെന്ന് ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുമ്പോഴാണ് വീണ്ടും GCDAയുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രതികൂല അല്ലെങ്കിൽ പ്രതികാര നടപടികൾ ഉണ്ടാകുന്നത്. ഇതിൽ തന്നെയായാലും പ്രധാനമായും ഇപ്പോൾ ഇവർ പറയുന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻ സീസണുകളിൽ ഉണ്ടായിരുന്ന ഈ വാടക കുടിശ്ശികൾ പൂർണ്ണമായും തീർക്കണം, അത് ഇന്ന് തന്നെ തീർപ്പാക്കണമെന്നാണ് GCDA ബ്ലാസ്റ്റേഴ്സിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഇന്ന് ഓർക്കണം, ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. അപ്പോൾ ഒരിക്കലും ഇത്തരത്തിൽ ഈ കഴിഞ്ഞ സീസണുകളിലും അല്ലെങ്കിൽ അതിന് മുൻപായി നടത്തിയ സീസണുകളിലും കുടിശ്ശിക വന്ന എമൗണ്ടുകൾ ഒരിക്കലും ഈ GCDAക്ക് കൈമാറാൻ സാധിക്കുന്നില്ല എന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച അതിലൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നും GCDA വഴങ്ങുന്ന ഒരു സാഹചര്യമല്ല. വഴങ്ങാണ്ട് അവർ ഈ പ്രതികാര നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിൽ ഈ ഒരു മത്സരം നാളെ നടക്കാനിരിക്കും. അതായത് നാളെ രാത്രി 7:30 മത്സരം ക്രമീകരിച്ചിരിക്കുമ്പോൾ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ ഒരുക്കങ്ങളും ബ്ലാസ്റ്റേഴ്സ് നടത്തി കഴിഞ്ഞു. അതായത് സ്റ്റേഡിയത്തിലായാലും അതിന് ചുറ്റുമായാലും വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി മത്സരത്തെ വരവേൽക്കാൻ, അല്ലെങ്കിൽ മത്സരത്തിനായിട്ട് ഈ ഫുട്ബോൾ ആവേശം കൊടികേറാൻ ഇരിക്കുകയാണ് ഇത്തരത്തിൽ GCDAയുടെ ഒരു നടപടി. ഇതിൽ തന്നെയായാലും പ്രധാനമായി ഫുട്ബോളിനോട് കാണിക്കുന്ന ഒരു കടുത്ത ഒരു അനീതി കൂടിയാണ്. അതായത് കേരളത്തിലെ ഈ ബ്ലാസ്റ്റേഴ്സ് ടീം പരിശോധിക്കുകയാണെങ്കിൽ 9 കേരള താരങ്ങളാണ് ആ ടീമിലുള്ളത്. ഇപ്പൊ ഇവരൊക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന, ബ്ലാസ്റ്റേഴ്സ് കുപ്പായത്തിൽ പന്ത് തട്ടാമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന മത്സരം ഇനി നാളെ നടക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അതായത് ഇത്തരത്തിലൊരു സമീപനമാണ് ശരി ജോയി, എന്തായാലും നാളെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നടക്കുമോ ഇല്ലയോ, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്.